നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളാണോ? എങ്ങനെയാണത് അറിയുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി ഉള്ള ആളുകൾ ആരൊക്കെയാണ്? ഇനി ലയബിലിറ്റി ഇല്ലെങ്കിലും ഓൾ എൻട്രി ആയിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? ഇതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് ഇൻകം ക്രൈറ്റീരിയ, രണ്ടാമത്തത് നോൺ ഇൻകം ക്രൈറ്റീരിയ. ഫിനാൻഷ്യൽ ഇയർ 2021 നിങ്ങളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഇൻകം ക്രൈറ്റീരിയയിൽ ലയബിലിറ്റി ഉള്ള ആളായിട്ട് മാറും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഇനി ബേസിക് എക്സംഷൻ ലിമിറ്റിൽ താഴെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലയബിലിറ്റി ഉണ്ടാകും. സോ ഇത് രണ്ടും നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഇൻകം ക്രൈറ്റീരിയ നോക്കാം. എന്താണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്? 60 ഇയേഴ്സിൽ താഴെ ഉള്ള ആളുകൾക്ക് 2.5 lakhs, 60 to 80 ഉള്ളവർക്ക് 3 lakhs, എബവ് 80 ഉള്ള ആളുകൾക്ക് 5 lakhs ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻകം അതിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻകം കൂടുതലായതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളായിട്ട് മാറും. എന്താണ് ഇൻകം എന്ന് പറയുന്നത്? ഇവിടെയാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം അല്ല, അത് ഗ്രോസ് ടോട്ടൽ ഇൻകമാണ്. ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മളുടെ ഡിഡക്ഷൻസ് കുറയും. അതുപോലെ തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്തും നമുക്ക് എക്സംഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഇൻകം എന്ന് പറയുന്നത് ഈ എക്സംഷൻസും ഡിഡക്ഷൻസും കുറയ്ക്കുന്നതിന് മുൻപുള്ള ഇൻകമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചാപ്റ്റർ 6A നിങ്ങൾക്ക് ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട്. 80C to 80U സെക്ഷൻസിൽ ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. ആ ഡിഡക്ഷൻസ് കുറയ്ക്കുന്നതിന് മുൻപുള്ള ഇൻകമാണ് നമ്മൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ക്രൈറ്റീരിയയിൽ ഇൻകമായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് എങ്കിൽ നിങ്ങളൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 54 നിങ്ങൾക്ക് ഒരു വേരിയസ് എക്സംഷൻസ് അവൈലബിൾ ആണ്. ആ എക്സംഷൻസിന് മുമ്പുള്ള ഇൻകം വേണം, ആ എക്സംഷൻസ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള ഇൻകം വേണം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഇൻകം നോക്കുമ്പോൾ എടുക്കാനായിട്ട്. വേറൊന്ന് സെക്ഷൻ 10 ഡിഡക്ഷൻസ് ആണ്. സെക്ഷൻ 10A, 10B, 10BA ഈ ഡിഡക്ഷൻസ് എല്ലാം കുറയ്ക്കുന്നതിന് മുൻപുള്ള ഇൻകം വേണം എടുക്കാനായിട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഇൻകം ടാക്സ് കൊടുക്കാൻ നിങ്ങൾ ലയബിലിറ്റി ഇല്ലാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടായിട്ട് വേണം കാണാൻ. ഇൻകം ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി, റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി, ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് വേറൊരു മിസ്റ്റേക്ക് സാധാരണ ആളുകൾ വരുത്തുന്നത്, നിങ്ങൾക്ക് സാലറി ഇൻകം ഉണ്ട്, അതുകൊണ്ട് അതിനകത്ത് നിന്ന് TDS കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, FD ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് ബാങ്ക് TDS കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം, ഇൻകം ടാക്സ് കട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇനി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. ടാക്സ് പേ ചെയ്യുന്നതും TDS പേ ചെയ്യുന്നതും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും രണ്ട് ലയബിലിറ്റിയാണ്. ടാക്സ് കട്ട് ചെയ്യേണ്ടത് ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ സാലറിയിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്യേണ്ടത് എംപ്ലോയറുടെ ലയബിലിറ്റിയാണ്. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട്, ടാക്സ് പേയ്മെൻറ്റ് നില്ലാണ് എന്നുള്ളതുകൊണ്ട്, അതായത് ടാക്സ് പേ ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി നില്ലാണ് എന്നുള്ളതുകൊണ്ട്, TDS കൊടുത്തിട്ടുള്ളതുകൊണ്ട് നില്ലാണ് എന്നുള്ളതുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി ഇല്ലാതെയാകുന്നില്ല. സോ ഇതാണ് ഉണ്ടാകാവുന്ന രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്. മൂന്നാമതൊരു മിസ്റ്റേക്ക് വരുത്തുന്നത്, നിങ്ങൾക്കറിയാം 5 lakhs വരെയും സെക്ഷൻ 87A റിബേറ്റ് കിട്ടുന്നുണ്ട്. 12,500 വരെയും ടാക്സ് റിബേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻകം 5 lakhs താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിബേറ്റ് കിട്ടുന്നത് കൊണ്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ റിബേറ്റിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഒരു ലയബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ ഗവൺമെൻറ് ഇങ്ങനെ ഇൻകം ടാക്സ് വേണ്ട പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറയുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളുടെ ഇൻകത്തെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണം. സോ ദേ ആർ കളക്ടിങ് ദ ഇൻഫർമേഷൻ ഫ്രം ദിസ് അസസീസ്. അപ്പോൾ ടാക്സ്
ഇല്ല എങ്കിലും, ടാക്സൺ ഇല്ലാണ് എങ്കിലും, നിങ്ങളുടെ ടാക്സബിൾ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിൽ താഴെയാണെങ്കിലും ഈ ഇൻകം ക്രൈറ്റീരിയയിൽ നിങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് നോൺ ഇൻകം ക്രൈറ്റീരിയയെക്കുറിച്ച് നോക്കാം. നോൺ ഇൻകം ക്രൈറ്റീരിയയിൽ 3 കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. ഒന്ന്, ഡെപ്പോസിറ്റ്സ്. ഒരു ബാങ്കിൽ, ഇന്ത്യയിലുള്ളൊരു ബാങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ നിങ്ങൾ 1 crore കൂടുതൽ ഒരു സാമ്പത്തിക വർഷം നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, യു ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് മാത്രമല്ല നോക്കുന്നത്, ഡിഫറെൻ്റ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ അത് ഈ 1 crore ഇതിനകത്ത് വരും. ഇനി വേറൊരു സംശയം വരാവുന്നത്, ഇത് ക്യാഷ് കൊടുത്താൽ മാത്രമാണോ വരുന്നത്, ഞാൻ ഇലക്ട്രോണിക് ട്രാൻസ്ഫറാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ വരുമോ ഇല്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് ആയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്താലും വേറെ ഏതെങ്കിലും മോഡിൽ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മോഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ 1 crore കൂടുതൽ, ഒന്നിൽ കൂടുതലോ അക്കൗണ്ട്സിലായിട്ട് 2020-21 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. ഇനി രണ്ടാമത്തേത് വരാവുന്നത്, ഒരു 2 lakhs കൂടുതൽ ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ട് പേ ചെയ്തിരിക്കുന്ന ആളുകളാണ്. അപ്പം ഈ ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന പേയ്മെൻറ്റ് 2 lakhs കൂടുതലാണ് 2021 നടത്തിയിരിക്കുന്ന പേയ്മെൻ്റ് എങ്കിൽ ദെൻ യു ഹാവ് ടു ഫയൽ ദ റിട്ടേൺ. അപ്പോൾ ഇവിടെ ഇൻകം ക്രൈറ്റീരിയ നോക്കത്തില്ല. ഫോറിൻ ട്രാവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഫോറിൻ ട്രാവൽ ആകാം, വേറെ ഏത് പേഴ്സൻ്റെ ഫോറിൻ ട്രാവൽ ആകാം. പക്ഷേ നിങ്ങളാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എങ്കിൽ, 2 lakhs കൂടുതൽ പേയ്മെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ യു ആർ ലയബിൾ ടു ഫയൽ ദ റിട്ടേൺ. ഇനി മൂന്നാമത് വരാവുന്ന ഒരു കാര്യം ഈ ഇലക്ട്രിസിറ്റി കോസ്റ്റാണ്. ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഇൻകർ ചെയ്തിരിക്കുന്നത് 1 lakh കൂടുതലാണ് എങ്കിൽ ദെൻ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. എന്താണ് ഈ 1 lakh കൂടുതലാവുക എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഏത് കോസ്റ്റാണ് എടുക്കുന്നത്? നിങ്ങളുടെ പേരിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കണക്ഷൻ നിങ്ങളുടെ പേരിലാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊരു റെൻറ്റഡ് വീടായിരിക്കും എടുത്തിരിക്കുന്നത്, റെൻറ്റഡ് ഹൗസിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജസ് പേ ചെയ്യുന്നത് നിങ്ങളായിരിക്കും, പക്ഷേ കണക്ഷൻ ഓണറുടെ പേരിലായിരിക്കും. അതുപോലെ നിങ്ങൾക്കൊരു റെൻറ്റഡ് ഓഫീസ് ഉണ്ടെങ്കിൽ കണക്ഷൻ ആ ബിൽഡിംഗ് ഓണറുടെ പേരിലായിരിക്കാം, പക്ഷേ നിങ്ങളായിരിക്കും ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത്. നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത് ഈ ഓഫീസിൻ്റെയും വീടിൻ്റെയും ടോട്ടൽ 1 lakh കൂടുതൽ ഒരു വർഷം വന്നിട്ടുണ്ടെങ്കിൽ, ആനുവലി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇൻകം ക്രൈറ്റീരിയ നോക്കത്തില്ല, ഈ ഇലക്ട്രിസിറ്റി ബില്ല് 1 lakh കൂടുതൽ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾ റെസിഡൻ്റ് ആണെങ്കിൽ മാത്രം വരുന്നതാണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ 3 സ്റ്റാറ്റസ് ഉണ്ട്. റെസിഡൻ്റ് ഉണ്ട്, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, റെസിഡൻ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, നോൺ റെസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ മാത്രമേ വരികയുള്ളൂ. റെസിഡൻ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ഇത് വരത്തില്ല. ഇത് 2 തരത്തിൽ വരാം. നിങ്ങൾക്ക് ഒരു ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് പുറത്തുള്ള ഏതെങ്കിലും ഒരു അസറ്റിൽ, അതായത് നിങ്ങൾ റെസിഡൻ്റ് ആണ്, പക്ഷേ പുറത്തുള്ള അസറ്റിൽ, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള അസറ്റിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റിമൂവബിൾ ആയിട്ടുള്ളൊരു അസറ്റ് ആകാം, അതുപോലെ അതൊരു മൂവബിൾ ആയിട്ടുള്ള അസറ്റും ആകാം. അപ്പം ഇമ്മൂവബിൾ അസറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മൂവബിൾ അസറ്റ് ആണെങ്കിലും വരാം. അതെങ്ങനെയാണ് വരുന്നത്? ഷെയർസ് ആകാം, ചിലപ്പോൾ അത് ബോണ്ട്സ് ആകാം, അല്ലെങ്കിൽ ESOP. അപ്പോൾ ESOP ഔട്ട്സൈഡിലുള്ളൊരു കമ്പനിയുടെ ESOP, നിങ്ങളുടെ എംപ്ലോയറുടെ അയാളുടെ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ESOP നിങ്ങൾക്ക് തരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡറി കമ്പനിയുടെ ESOP തരുന്നു. നിങ്ങളുടെ കോമ്പൻസേഷൻ പാക്കേജ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ് എങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ടാക്സബിൾ ലിമിറ്റിൽ താഴെയാണ്, നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ താഴെയാണ് ഇൻകമെങ്കിലും, അതുപോലെ ബാക്കിയുള്ള 3 ക്രൈറ്റീരിയയിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി ഉള്ളയാളായിട്ട് മാറും. ഇനി അടുത്തത് വരാവുന്നത് സൈനിങ് അതോറിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് എനി അക്കൗണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ.
അപ്പോൾ ഇന്ത്യയുടെ പുറത്തുള്ള ഒരു അക്കൗണ്ടിൽ സൈനിങ് അതോറിറ്റി ഉണ്ടാവുക എന്നത് പറയും. അപ്പം ഈ സൈനിങ് അതോറിറ്റി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ആ അക്കൗണ്ടിൽ സൈൻ ചെയ്യാനുള്ള അതോറിറ്റി നിങ്ങളുടെ പേരിലാണ് നിൽക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ബാലൻസ് എത്രയാണെന്ന് പറയുന്നില്ല. ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് 31 മാർച്ച് 2021 എത്രയാണെന്ന് പറയുന്നില്ല. അതിൻ്റെ ബാലൻസ് ചിലപ്പം 0 ബാലൻസ് ആയിരിക്കാം. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടായിരിക്കാം, നടന്നിട്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ, ഔട്ട്സൈഡിലൊരു അക്കൗണ്ടിൽ സൈനിങ് അതോറിറ്റി ഉണ്ട് എങ്കിൽ ദെൻ യു ഹാവ് ടു ഫയൽ ദ റിട്ടേൺ. ഇത് വരുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് എങ്ങനെയാണ്, സ്കോപ്പ് വരുന്നത് എങ്ങനെയാണ്? പല ആളുകളും ഫോറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടായിരിക്കും, അവർ റെസിഡൻ്റ് ആയിരിക്കാം ഈ വർഷം. അപ്പോൾ ഇവർക്ക് അവിടെയുള്ള അക്കൗണ്ട്സ് ഒരു ക്ലോസ് ചെയ്തിട്ടില്ലായിരിക്കാം, ചെറിയ എമൗണ്ടേ കാണുകയുള്ളൂ അക്കൗണ്ടിൽ. then you have to file the return. The liability to file return is there for such people. ഇനി അടുത്തത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് 3 കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മൾ ഇൻകം വെച്ചിട്ടുള്ളത് പറഞ്ഞു, 2 നമ്മൾ നോൺ ഇൻകം വെച്ചിട്ടുള്ളത് പറഞ്ഞു, 3-മത്തത് റെസിഡൻസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ പറഞ്ഞു. ഇനി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇതൊന്നുമില്ല, വോളണ്ടറിലി ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യണം, സ്വമേധയാ റിട്ടേൺ ഫയൽ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? 5 സിറ്റുവേഷൻസിലാണ് ഒരാൾ വോളണ്ടറിലി റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഫയൽ ചെയ്യുന്നത് നന്നായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സണ് ഒരു പ്രൂഫ് ഓഫ് ഇൻകം ഇല്ല, കാരണം അയാളുടെ ഇൻകത്തിന് ഒരു പ്രൂഫ് ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഫോം 16 ഉണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഫോം 16A ഉണ്ട്. പക്ഷേ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ എന്താണ് ഉള്ളത്? അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം? അയാൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇൻകത്തിനൊരു പ്രൂഫ് ഉണ്ടാകും. ദാറ്റ് ഇസ് ദ നീഡ് ഓഫ് എ self-employed person to file return even though he is not liable to file the return. Second, TDS വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻകത്തിന് ബാങ്ക് TDS കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും റെസീപ്റ്റ്സിനകത്തുനിന്ന് TDS കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആളല്ല, പക്ഷേ TDS കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ TDS റീഫണ്ട് കിട്ടണമെങ്കിൽ, TDS ആയിട്ട് അടച്ച പൈസ റീഫണ്ട് ആയിട്ട് കിട്ടണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ റീഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഇതാണ് 2-മത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. 3-മത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലോസ് വരികയാണ്. അപ്പോൾ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് ഇൻകം ഒന്നുമില്ല, ഈ വർഷം നമുക്ക് ലോസാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ ഇയേഴ്സ് നമുക്ക് ഇൻകം വന്നു കഴിയുമ്പോൾ ഈ ലോസ് വെച്ച് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ലോസ് ക്ലെയിം ചെയ്യണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ലയബിലിറ്റി ഇല്ല, ടാക്സബിൾ ഇൻകം ഇല്ല, ബാക്കിയുള്ള ക്രൈറ്റീരിയയിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം. ഇനി 3-മത്തെ സിറ്റുവേഷൻ, ഒരു ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാവശ്യം വരികയാണ് ഫ്യൂച്ചറിലെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് ലോണിന് ആവശ്യമില്ലായിരിക്കാം, പക്ഷേ അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ബാങ്ക് ലോണിൻ്റെ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കൊരു ബാങ്ക് ലോൺ വേണം, നിങ്ങൾക്കൊരു കാർ മേടിക്കണം 3 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീടുണ്ടാക്കണം 3 വർഷത്തിനുള്ളിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലോൺ എടുക്കണം, നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരു കാര്യം നടത്താനായിട്ട് ഒരു പേഴ്സണൽ ലോൺ എടുക്കണം. അപ്പോൾ ഇങ്ങനെ ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ലോണിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ ബാങ്ക് മാനേജർ പറയും കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഇപ്പോൾ തന്നെ ഫയൽ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ലോണിനുള്ള ഒരു ക്രെഡിറ്റ് വർത്തിനെസ് ബാങ്കിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൂഫായി നിങ്ങളുടെ ഇൻകം എത്രയുണ്ട് ഈ 3 വർഷം, ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഇൻകം എത്രയുണ്ടെന്നുള്ളൊരു പ്രൂഫ് ആയി. ഇനി അടുത്ത 5-മത്തേത്, ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ, ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിൽ ഫോറിനിലേക്ക് പോകുവാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഒരുപാട് മലയാളികൾ അവരുടെ ഫോർച്യൂൺ കണ്ടുപിടിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്ക് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ബിസിനസ് തുടങ്ങാനായിട്ടോ ഒക്കെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ഒരു ഫോറിനിൽ പോകാനുള്ള പ്ലാനായിട്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് വിസ അപ്രൂവലിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ഇൻകം ലെവൽസ് ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ഇൻകം ലെവൽസ് ഇത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ നോക്കിയിട്ടാണ്. അപ്പോൾ ആ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ നേരത്തെ തന്നെ ഓരോ വർഷങ്ങളിലും സമയത്ത് കൊണ്ടുപോയി, ഡ്യൂ ഡേറ്റിന് മുമ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുത്ത്
ക്ലീൻ ആയിട്ടുള്ള റെക്കോർഡ്സ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്യൂച്ചറിൽ 4ലേക്ക് പോകുവാനായിട്ടുള്ള പ്ലാനിന് അത് സഹായകരമായിട്ട് തീരും. സോ ഇത് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങളുടെ ക്രെഡിറ്റ് വേർത്തിനെസ് വാലിഡേറ്റ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇൻകം ലെവൽസ് ഇതെല്ലാം വാലിഡേറ്റ് ചെയ്യുന്നത് പോലെയാണ്. സോ ഇതൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ വോളണ്ടറി ആയിട്ട് ഫയൽ ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ. റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഡ്യൂ ഡേറ്റ് ഇൻഡിവിജ്വൽസിൻ്റേത് 30th സെപ്റ്റംബർ ആണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ നടത്തുക. നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളതാണെങ്കിൽ നേരത്തെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങളുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പ്ലാനിങ് നന്നായിട്ട് നടത്തുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക.